നമസ്കാരം. ഈ വാർത്താ പകലിലെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വാർത്താ സന്ധ്യ തുടങ്ങുകയാണ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. പോലീസ് പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗത്തിന് അറസ്റ്റിലായിരിക്കുന്നു. 5 മണിക്കൂർ ചോദ്യം ചെയ്യലിലാണ് കൊച്ചി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഷൈൻ ടോം ചാക്കോ പലതവണ ലഹരിമരുന്ന് ഉപയോഗിച്ച ആളെന്നാണ് എഫ്ഐആർ. ലഹരി ഉപയോഗം സ്ഥിരീകരിക്കുന്നതിന് ആന്റി ഡോപ്പിംഗ് പരിശോധനയും നടത്തും. അതേസമയം തനിക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി വ്യാജമാണ് എന്ന് നടന്റെ മൊഴി. ഓട്ടം ഫലിച്ചില്ല. സിനിമാ പ്രൊമോഷൻ അഭിമുഖങ്ങളിലെ ആത്മവിശ്വാസം പോലീസിന് മുന്നിൽ വിലപ്പോയുമില്ല. മുൻപേ തയ്യാറാക്കിയ ചോദ്യങ്ങളുമായി മുന്നിലിരുന്ന പോലീസിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോ പതറി. ഷൈൻ പലതവണ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നും ഹോട്ടലിൽ മുറിയെടുത്തത് സുഹൃത്തുമായി ലഹരിമരുന്ന് ഉപയോഗിക്കാനെന്നും എഫ്ഐആറിൽ പറയുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറമെ മുറിയിലുണ്ടായിരുന്ന അഹമ്മദ് മുർഷാദും കേസിൽ പ്രതിയാണ്. തനിക്കെതിരെ നടി വിൻസി അലോഷ്യസിന്റെ പരാതി വ്യാജമെന്നും പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നും ഷൈൻ ടോം ചാക്കോ മൊഴി നൽകി. അത് ഞങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ തീരുമാനപ്രകാരമാണ് എടുക്കണേ. അത് കുറച്ച് ഉത്തമ ബോധ്യങ്ങളിൽ കൂടി ചെയ്യുന്നതാണ്. അത് ബാക്കിയുള്ള നോക്കിയതിന് ശേഷം ചെയ്യാം. ഷൈൻ ടോം ചാക്കോയ്ക്ക് തിരിച്ചടിയായ മറ്റു പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ആദ്യം നിഷേധിച്ചെങ്കിലും ഫോൺ വിളി വിശദാംശങ്ങളും സജീറുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും നിരത്തിയതോടെ ഷൈനിന് മുന്നിൽ മറ്റു വഴികൾ അടഞ്ഞു. ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ ദിവസം ഡ്രഗ് ഡീലർ സജീറുമായി 20,000 രൂപയുടെ ഇടപാട് നടത്തിയ തെളിവുകളും പോലീസിന് ലഭിച്ചു. ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് NDPS നിയമത്തിലെ 27, 29 വകുപ്പുകൾ പ്രകാരം എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ലഹരി ഉപയോഗം സ്ഥിരീകരിക്കുന്നതിന് ആന്റി ഡോപ്പിംഗ് പരിശോധന നടത്തും. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഷൈൻ ടോം ചാക്കോയുടെ മുടിയും നഖവും ശേഖരിച്ചു. രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരായ ഷൈൻ ടോം ചാക്കോയെ 3 ACPമാർ മാറി മാറി 5 മണിക്കൂർ ചോദ്യം ചെയ്തു. തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷം പതറിയാണ് ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിറങ്ങിയത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. അതേസമയം സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയ നടൻ ഷൈൻ ടോം ചാക്കോയോട് മറ്റന്നാൾ വീണ്ടും ഹാജരാകണമെന്ന് പോലീസ്. കേസിൽ കൂട്ടുപ്രതി അഹമ്മദ് മുർഷിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിഷ്ണു സുരേഷ് ആദ്യം ചേരുന്നുണ്ട്. ഒപ്പം S. ശ്യാംകുമാറും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നു, പുറത്തിറങ്ങുന്നു, വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഷൈൻ ടോമിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ നിർണായകമായ ദിവസങ്ങളാണ്. മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണം എന്നാവശ്യപ്പെടുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ശേഖരിക്കാനുള്ളത്? വളരെ നിർണായകമായ ഒരു നീക്കത്തിലൂടെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. വൈദ്യപരിശോധന, അതിന്റെ ഫലം, അതിലെന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? ഇതെല്ലാം ഏറ്റവും പ്രധാനമാണ്. തിങ്കളാഴ്ച ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം വരുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് ഈ നിയമ നടപടികൾ പുരോഗമിക്കുന്നത്? സ്മിത, വളരെ ഗൗരവമായി തന്നെ പോലീസ് ഈ കേസിനെ പരിഗണിക്കുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തതെങ്കിൽ പോലും വളരെ ഗൗരവമായി തന്നെ അതിനെ അപ്രോച്ച് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ ഒന്ന് വിശദമായി നടത്തും. അതിനുശേഷമാണ് 22-ാം തീയതി ഹാജരാകണമെന്നാണ് ഷൈൻ നോട്ടീസ് നൽകിയത്. പക്ഷേ ഷൈൻ തന്നെ ഇങ്ങോട്ട് പറയുകയായിരുന്നു 21-ാം തീയതി ഞാൻ ഹാജരാകാം എന്ന്. അങ്ങനെയാണ് 21-ാം തീയതി ഫിക്സ് ആയത്. ആ ഘട്ടത്തിൽ ഷൈൻ എത്തുമ്പോൾ ഈ മൊഴി നൽകിയ കാര്യങ്ങളിൽ പോലീസ് വിശദമായൊരു അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്ന് ചോദ്യം ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. ഷൈനി തസ്ലീമയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധവും അതോടൊപ്പം തന്നെ ഈ ലഹരി മാഫിയ കൊച്ചിയിലെ പ്രധാനപ്പെട്ട കണ്ണി സജീറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തി അത് എന്ത് ബന്ധമാണ്, ലഹരി ഇടപാട് തന്നെയാണോ, അതിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ വിശദമായ ഒരു പരിശോധന പോലീസ് നടത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 പേരുടെ അറസ്റ്റ്, ഒന്ന് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റും അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശി മുർഷിദിന്റെ അറസ്റ്റുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ മുറിയിലെത്തിയ ആളുകളെ പ്രതി ചേർക്കണമോ എന്നൊരു ആലോചന പോലീസിനുണ്ട്. ഒപ്പം ഈ സജീർ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിയാകാനുള്ളൊരു സാധ്യതയൊക്കെ പോലീസ് പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട്, ഇവർക്ക് ലഹരി നൽകിയത് സജീർ ആണോ എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ 3 വകുപ്പ്, അതായത് ഗൂഢാലോചന, ഈ ലഹരി ഉപയോഗിക്കൽ,
തെളിവ് നശിപ്പിക്കൽ, ഈ 3 കാര്യങ്ങളാണ് ഷൈൻ ടോം ചാക്കോക്കെതിരെ FIR-ൽ പറയുന്നത്. അതിൽ ഈ ഹോട്ടൽ മുറി എടുത്തത് തന്നെ ലഹരി ഉപയോഗിക്കാനെന്ന് പറയുന്നു. പോലീസിനെ കണ്ട് ഓടി ഭയന്നത് ലഹരി കയ്യിലുള്ളത് കൊണ്ടാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കാനുള്ള ഗൂഢാലോചന നടത്തി. ഈ 3 വകുപ്പുകളാണ് NDPS 29, 27, BNS 238 വകുപ്പുകൾ ചുമത്തി ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസെടുത്തത്. ഇനി 21-ാം തീയതി ഷൈൻ ടോം ചാക്കോ ഹാജരാകുമ്പോൾ കൂടുതൽ ശക്തമായി ചോദ്യം ചെയ്യും. സ്മിത. ശരി വിഷ്ണു. അതേസമയം കേസിൽ കൂട്ടുപ്രതി അഹമ്മദ് മുർഷിദിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. 2 പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. S. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഈ 2 പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഇടപാടുകൾ നടന്നത്? കൂടുതൽ തെളിവുകൾ ലഭിക്കുക ഏത് രീതിയിൽ? ഈ മറ്റുള്ളവർ എത്ര പേർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്? ആ രീതിയിലെല്ലാം കാര്യങ്ങൾ അറിയുന്നതിനാണോ? അതുപോലെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു, ഫോൺ കോൾസ് ഉണ്ടായിരുന്നു, ഈ ഡ്രഗ് ഡീലറുമായിട്ടുള്ള ബന്ധം, സജീറുമായിട്ടുള്ള ബന്ധം, അതെല്ലാം കൂടുതൽ അറിയുന്നതിനാണോ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായത്? എന്തെല്ലാമാണ് വിവരങ്ങൾ? തീർച്ചയായും ഈ കേസിലെ 2 പ്രതി, അതായത് 2ാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് അർഷാദിനെയാണ് അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും നിലവിൽ ജാമ്യം നൽകുന്ന നടപടികൾ സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. 2 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത് ഇവർ തമ്മിലുള്ള ബന്ധം സംശയാതീതമായി തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു. ഈ കേസിൽ ഈ 2 പേരെയും FIR-ൽ പറയുന്നത് പോലെ ഇരുവരും ചേർന്നാണ് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി മുറിയെടുക്കുകയും പിന്നീട് ഗൂഢാലോചന നടത്തുകയും ചെയ്തത് എന്ന് FIR-ൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവർക്ക് ലഹരി നൽകുന്നതിന് വേണ്ടിയാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരനായിരുന്ന സജീർ ആ ഹോട്ടൽ പരിസരത്തേക്ക് എത്തിയത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിരുന്നു. ഒരുപക്ഷെ ഈ കേസിലെ ഒരു 3ാം പ്രതി ഉണ്ടാവുമെങ്കിൽ അത് സജീർ ആയിരിക്കും എന്നുള്ള കാര്യവും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അടുത്ത ദിവസം നിലവിൽ ഷൈനിനോട് 21-ാം തീയതി, അതായത് തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2ാം പ്രതിയും ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. ഇവർ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും പോലീസ് നിലവിൽ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാസപരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ തിങ്കളാഴ്ച പുറത്തു വരുന്നതോടുകൂടി ഈ അടുത്ത കാലത്ത് ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് കേസിൽ കൂടുതൽ നിർണായകമാകും. ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഷൈൻ, അത് ഒളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷൈൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്നുള്ളത് ഒരു മൊഴിയായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് FIR-ൽ കൂടുതൽ തിരുത്തലുകളും പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നതിനും ഇടയാക്കുകയും ചെയ്യും. ഏതായാലും ഈ കേസിൽ ഷൈനെ വെറുതെ വിടാൻ പോലീസ് ഉദ്ദേശിച്ചിട്ടില്ല. പരമാവധി തെളിവുകൾ, അത് ശാസ്ത്രീയ തെളിവുകളാണെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ആണെങ്കിലും ഒക്കെ ശേഖരിച്ചുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നോട്ടീസ് നൽകി, BNSS പ്രകാരം വീണ്ടും നോട്ടീസ് നൽകി ഷൈൻ ടോം ചാക്കോയെയും 2ാം പ്രതിയെയും വീണ്ടും തിങ്കളാഴ്ച സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസിൽ നിർണായകമായ ചില വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ശരി. S. ശ്യാംകുമാറാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സിനിമയിലെ മികച്ച നടൻ പോലീസിന് മുന്നിൽ പതറിയ സീനായിരുന്നു ഇന്നും പകലിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ. ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു തുടങ്ങിയ ഷൈൻ ടോം ചാക്കോ താൻ ലഹരി ഉപയോഗിക്കുന്നയാളാണെന്ന് ഒടുവിൽ തുറന്നു പറയേണ്ടി വന്നു. നേരത്തെ തയ്യാറാക്കിയ ചോദ്യാവലിയുമായാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയെ നേരിട്ടത്. ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് തെളിവ് നശിപ്പിക്കാനായിരുന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പതിവ് ശൈലി വിട്ട് ശാന്തനായാണ് ഇന്ന് രാവിലെ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിലെത്തിയത്. തുടക്കത്തിൽ ചോദ്യങ്ങളോട് ഒറ്റവാക്കിൽ അയഞ്ഞ മറുപടി. ഹോട്ടൽ മുറിയിൽ നിന്ന് എന്തിനിറങ്ങിയോടിയെന്നായിരുന്നു ആദ്യ ചോദ്യം. ഗുണ്ടകൾ മുറിയിലേക്ക് വരുന്നുവെന്ന് കരുതി പേടിച്ചിട്ടെന്ന് ഷൈൻ. ആരെ പേടിക്കുന്നെന്ന ചോദ്യത്തിന് സിനിമയിൽ തന്റെ വളർച്ച ഇഷ്ടപ്പെടാത്തവരെന്ന് മറുപടി. 3 ഫോൺ ഉപയോഗിക്കുന്ന ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിനെത്തിയത് 1 ഫോണുമായി. മറ്റു ഫോണുകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് ഒറ്റവാക്കിൽ മറുപടി. രാസലഹരി ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നും ലഹരി കച്ചവടക്കാരുമായി ബന്ധമില്ലെന്നും ഷൈൻ. തെളിവുകൾ നിരത്തി പോലീസ് ചോദ്യങ്ങൾ മുറുക്കിയതോടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഷൈനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സഹോദരന്റെ മറുപടി ഇങ്ങനെ. എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്, ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. ഏത് സജീറാണ്? നേരത്തെ പോലീസ് പറയുന്നത് ഈ കൊച്ചിയിലെ ഒരു ലഹരി ഇടപാടുകാരൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ സജീറുമായിട്ട് ഷൈൻ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നോ? എനിക്ക് ഏത് സജീറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈന്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ ചോദിച്ചിട്ട് തരാറില്ല. ഉപയോഗിക്കുന്നത് മെത്താംഫെറ്റമിനും കഞ്ചാവുമെന്ന് ഷൈൻ പോലീസിനോട് പറഞ്ഞു. സിനിമയിലെ അസിസ്റ്റന്റുമാരാണ് ലഹരി തനിക്ക് എത്തിച്ചു തരുന്നത്. ലഹരി ഉപയോഗം കൂടിയപ്പോൾ കൂത്താട്ടുകുളത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും ദിവസങ്ങൾക്കു ശേഷം അവിടെ നിന്നും പോരുകയായിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയെ അറിയാമെന്നും ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചു. ഷൈൻ ടോം ചാക്കോയുടെ നേതൃത്വത്തിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുവെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു
പോലീസ് സംഘം ഹോട്ടലിലെത്തിയത്. പോലീസിനെ കണ്ട് ഓടിയത് എന്തിനെന്ന് ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും മറുപടി നൽകുന്നതിൽ ഷൈൻ പരാജയപ്പെടുകയായിരുന്നു. ടീം 24 കൊച്ചി. ലൊക്കേഷനിൽ വെച്ച് വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിട്ടില്ലെന്ന് സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ. സെറ്റിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്ന് സംവിധായകൻ പറയുന്നു. മാധ്യമങ്ങളിലൂടെ പരാതി കണ്ടയുടനെ ICC പരാതി വാങ്ങിയിട്ടുണ്ട്. പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്നാണ് നിർമ്മാതാവ് പറയുന്നത്. I came to know even the next day, not on the same day also, because I'm not following the news here, and so I came to know the next day, and then yeah, it was like shocking to me. Like, then I asked our ICC team and all people to take the complaint, and immediately we have taken the complaint, and the even film chamber is involved right now, so they will be having a meeting on 21st, and again I'm clearly mentioning not only about Vinci or anyone else here, anyone on the set who have faced the issue, that will be discussed on 21st, not only with a specific person, with anyone on the set. സ്റ്റേഷൻ ജാമ്യത്തിലിറങ്ങിയ നടൻ ഷൈൻ ടോം ചാക്കോയോട് മറ്റന്നാൾ വീണ്ടും ഹാജരാകണമെന്ന് പോലീസ്. കേസിൽ കൂട്ടുപ്രതി അഹമ്മദ് മുർഷാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഇന്നത്തെ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നമ്മൾ വലിയ ഒരു വാർത്താ ദിനം ആയിരുന്നു ഇന്ന്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ആദ്യം താൻ ലഹരി ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തിനോ, അല്ലെങ്കിൽ എന്തിന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി, ഇക്കാര്യത്തിലൊന്നും തന്നെ വ്യക്തമായ മറുപടി പറയാതെ, അല്ലെങ്കിൽ അതെല്ലാം നിഷേധിച്ചുകൊണ്ടിരുന്ന നടൻ ഉച്ചയ്ക്ക് ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തമായി പറയുന്നു താൻ മെത്താഫെറ്റമിൻ പോലുള്ള രാസലഹരി ഉപയോഗിക്കുന്നയാളാണ്, തനിക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയുമായി ബന്ധമുണ്ട്, പലതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറയുന്നു. ഒപ്പം തന്നെ ലഹരി വാങ്ങിയതിൻ്റെ അല്ലെങ്കിൽ ലഹരി ഇടപാട് നടന്നതിൻ്റെതായിട്ടുള്ള തെളിവുകൾ എന്ന രീതിയിൽ ഡിജിറ്റൽ തെളിവുകൾ 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ അതൊരു ഡ്രഗ് ഡീലർക്ക് നൽകുന്നു. ഇതെല്ലാം വരുമ്പോൾ ഈ ഒരു അറസ്റ്റ് അത് കഴിഞ്ഞ് ഇന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഒരാൾക്ക് സിനിമാ സെറ്റിലുള്ള ഒരാൾക്ക്, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു നടന് ഇങ്ങനെ രാസലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതെവിടെ നിന്ന് വരുന്നു, അത് കൂടെ ആരെല്ലാം ഉണ്ട്, ഇത് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ, അവരിലേക്കെല്ലാം തന്നെ ഈ ചോദ്യം ചെയ്യൽ അതെല്ലാം തന്നെ പോകേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളാണോ തിങ്കളാഴ്ച ഉണ്ടാവുക? സ്മിത, ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരിക്കൽ കൂടി മൊഴി രേഖപ്പെടുത്താനാണ് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തുന്നത്. 22-ാം തീയതി ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ 21-ാം തീയതി തന്നെ ഹാജരാകാമെന്ന ഷൈൻ നിർദ്ദേശം നൽകി. കുറച്ച് ക്ലാരിറ്റികൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. അതിൽ ഷൈൻ്റെ ലഹരി ഉപയോഗവും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് താൻ മെത്താഫെറ്റമിൻ ഉപയോഗിക്കുന്ന ആളാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് താൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിരുന്നു, പക്ഷേ പിന്നീട് അവിടെ നിന്ന് തിരികെ പോരുകയായിരുന്നു. അതിനുശേഷം വീണ്ടും അത് ഉപയോഗിച്ചിരുന്നു എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു മൊഴി ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ ചേർത്തലയിൽ പിടിയിലായ തസ്ലീമയുമായി താൻ നിരന്തരം കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നുള്ള വിവരം നൽകിയിട്ടുണ്ട്. എറണാകുളത്തെ പ്രധാനപ്പെട്ട ഡ്രഗ് പെഡ്ലറായ സജീറുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരുമാതിരിപ്പെട്ട, അത് ഒരുപക്ഷേ ഈ സിനിമാക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലഹരി മാഫിയ കണ്ണികളൊക്കെയുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾ പുറത്തേക്ക് വിദേശത്തേക്കടക്കം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്യാരി ഓവറൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നൊരു പരിശോധന കൂടി പോലീസ് ഇതിൻ്റെ ഭാഗമായി നടത്തും. നിലവിലൊരു NDPS കേസ് എന്ന് പറയുന്ന രീതിയിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ഒരു കേസ് എടുക്കുകയും പിന്നീട് ഷൈൻ ടോം ചാക്കോനെ ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും ഈ കേസിൻ്റെ ഒരു ഗ്രാവിറ്റി വളരെ സീരിയസോട് കൂടി തന്നെ പോലീസ് കാണുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ പോരാട്ടമൊക്കെ ശക്തമായി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഒരു സെലിബ്രിറ്റി, ഒരുപാട് സിനിമയുള്ള നടനൊക്കെ ഇത്തരത്തിലൊരു കേസിൽ പെടുമ്പോൾ അത് വളരെ രൂക്ഷമായി തന്നെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. ഒരുപക്ഷെ നേരത്തെ 2014 കൊക്കൈൻ കേസിൽ ഷൈന് ജാമ്യം കിട്ടിയ സംഭവമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം ഒരു സുഗമമായി ഷൈൻ എപ്പോഴും പോലീസിൽ നിന്ന് വഴുതി പോകുന്ന ഒരു ആക്ഷേപമൊക്കെ പോലീസിനുണ്ട്. ആ ആക്ഷേപങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് പോലീസ് വിശദമായൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അതിനായി മറ്റന്നാൾ നടൻ ഹാജരാകണമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് വിഷ്ണു സുരേഷ്.
ഇനി മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ 4 വയസ്സുകാരന്റെ മരണത്തിൽ കർശന നടപടിയുമായി വനം വകുപ്പ്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. DFOയെ ഉൾപ്പെടെ മറ്റുള്ളവരെ സ്ഥലം മാറ്റും. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ അനാസ്ഥയാണ് കുട്ടി മരിക്കാൻ കാരണമെന്നാണ് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തൽ. കോന്നി ടൂറിസം കേന്ദ്രത്തിൽ 4 വയസ്സുകാരന് ജീവൻ നഷ്ടമായ സംഭവത്തിൽ കടുത്ത നടപടിയാണ് വനം വകുപ്പ് സ്വീകരിച്ചത്. ഇക്കോ ടൂറിസം കേന്ദ്രമായ കോന്നി ആനക്കൂടിന്റെ ചുമതലയുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ R. അനിൽകുമാർ, സുരക്ഷാ ചുമതലയുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സലീം, സതീഷ്, സജിനി, സുമയ്യ ഷാജി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കോന്നി DFO, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റും. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോൺക്രീറ്റ് തൂണിന്റെ സുരക്ഷ ഉറപ്പാക്കിയില്ല. 4 വയസ്സുകാരൻ ചുറ്റിപ്പിടിച്ചപ്പോൾ തന്നെ തൂണ് ഇളകി വീണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് കോന്നി MLA അടക്കം ആവശ്യപ്പെട്ടിരുന്നു. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആനക്കൂട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഈ സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒട്ടേറെ ആളുകൾ, വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു സെൻ്ററാണ് ഈ എക്കോ ടൂറിസം സെൻ്റർ. ഇന്ന് ഇവിടെയുള്ള ഈ ബന്ധപ്പെട്ട ആളുകൾ എടുക്കുന്ന സമീപനം ഈ എക്കോ ടൂറിസം സെൻ്ററിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത്. അഭിരാമിന്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് കടമ്പനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും. അതേസമയം കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വനം വകുപ്പ് തീരുമാനമെടുക്കും. AB ജയശങ്കർ, 24, പത്തനംതിട്ട. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയ്ക്ക് നാളെ സമാപനം. കേരളം ഏറ്റെടുത്ത SKN40 കേരള യാത്ര നാളെ സമാപിക്കുകയാണ്. കോഴിക്കോട് ബീച്ചിൽ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 1 ലക്ഷം പേർ അണിനിരക്കും. സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം. അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. ജനമനസ്സു തൊട്ടറിഞ്ഞ് ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി 14 ജില്ലകളും പിന്നിട്ടതിനൊടുവിലാണ് SKN40 യാത്രയ്ക്ക് നാളെ പരിസമാപ്തിയാകുന്നത്. കോഴിക്കോട് ബീച്ചിൽ അറബിക്കടലിനെ സാക്ഷിയാക്കി 10,000 ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയാകും. 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ് അധ്യക്ഷനാകും. ലഹരിക്കും അക്രമത്തിനുമെതിരായ ഒരു വലിയ സന്ദേശം നൽകാനുള്ള ഒരു മഹാസംഗമമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഏതാണ്ട് 1 ലക്ഷം പേരെ പ്രതീക്ഷിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു വിപുലമായ ഒരുക്കങ്ങൾ മാത്രമല്ല, മികച്ച പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാം. സമാപന സമ്മേളനത്തിന്റെ ആവേശത്തിലാണ് കോഴിക്കോട് നഗരം ഒന്നാകെ. ലഹരിക്കെതിരെ അടിച്ചു വിളിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ ലഹരിക്കെതിരെയുള്ള 24ന്റെ ഈ മഹാസംഗമം കോഴിക്കോട് ജനത മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് തന്നെ ഇതിന് തയ്യാറെടുത്തിരിക്കുകയാണ്. നാളെ ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യും. ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ഗുരുരത്നം ജ്ഞാനതപസി, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമാകും. MG ശ്രീകുമാറും സ്റ്റീഫൻ ദേവസിയും നയിക്കുന്ന ഗാനമേളയും അകംബാൻഡിന്റെ സംഗീത നിശയും സമാപന സമ്മേളനത്തിന് മിഴിവേകും. SKN40 യാത്രയെ വരവേൽക്കാൻ കോഴിക്കോട് നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ബീച്ചിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി 10,000 അണിചേരും. കോഴിക്കോട് ബീച്ചിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന 24. ഇപ്പോഴത്തെ കാലാവസ്ഥ പരിശോധിക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇപ്പോഴത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താ സന്ധ്യ പൂർണ്ണമാകുന്നു.